സഹകരണ ബാങ്കുകൾ വീട് ജപ്തി ചെയ്യരുതെന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രഖ്യാപനം പ്രഹസനമായേക്കും. ഇതിൽ സഹകരണ വകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയിൽ മറുപടി നൽകാനില്ലെന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാട്. വിഷയം സംബന്ധിച്ച ചോദ്യങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന മറുപടി നൽകി സഹകരണ വകുപ്പ് ഒഴിഞ്ഞുമാറി. ജനം ബ്രേക്കിംഗ്. വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല. അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ആ നില സഹകരണ മേഖലയാകെ സ്വീകരിച്ച് പോകണമെന്ന് നേരത്തെ കണ്ടതാണ്. അത് കർശനമായി പാലിക്കാൻ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം പൊതുവെ കൊടുക്കുന്നതാണ്. ഫെബ്രുവരി 10 മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ ആശയക്കുഴപ്പം അന്നേ ചൂണ്ടിക്കാട്ടിയതാണ്. സഹകരണ ബാങ്കുകളിലെ വായ്പ, പലിശ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകളും പ്രവർത്തനങ്ങളും RBI മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നടക്കുമ്പോൾ ഇതിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുമോ എന്ന ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ഇതേ ആശയക്കുഴപ്പം മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രഖ്യാപനം പ്രഹസനമാക്കി മാറ്റുമെന്നതിനുള്ള തെളിവാണ് വിഷയത്തിലെ സഹകരണ വകുപ്പിന്റെ ഒളിച്ചുകളി. മുഖ്യമന്ത്രി സഭയിൽ പ്രസംഗിച്ചു വന്നതിനപ്പുറം വിഷയത്തിൽ ഒരു നടപടിയും സഹകരണ വകുപ്പ് സ്വീകരിച്ചിട്ടില്ല. വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുള്ള വിവരാവകാശ അപേക്ഷയിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറ്റവും ഇതുകൊണ്ട് തന്നെ. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വകുപ്പിന്റെ അറിവോടെയാണോ? എന്തെങ്കിലും ഉത്തരവുകൾ നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ പകർപ്പ് ലഭ്യമാക്കാമോ? തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഒരു പാരഗ്രാഫിൽ സുദീർഘമായ മറുപടി. ഈ ചോദ്യങ്ങളൊന്നും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നവയല്ല. ഉത്തരവുണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നുമാകും സാധാരണ ഇത്തരം വിവരാവകാശ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നിരിക്കെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാനുള്ള അവകാശത്തെ സഹകരണ വകുപ്പ് തടസ്സപ്പെടുത്തുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.